ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമ്മി മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടാണ്. നമ്മൾ സാധാരണ ലൈം ഉണ്ടാക്കുന്നതിനേക്കാളും ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് നമുക്ക് ഈ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ലെമണാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അധികം പുളിയുള്ള ലെമണൊന്നല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ലെമൺ എടുക്കുക, പിന്നെ അതിൻ്റെ സീഡൊക്കെ, അതിലുള്ള കുരുവൊക്കെ നിങ്ങൾ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അത് കയ്പ്പ് വരും നമ്മുടെ ഈ ഡ്രിങ്കിന്. പിന്നെ ഞാനിവിടെ ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, അതായത് സാധാ ലൈം ജ്യൂസ് ഉണ്ടാക്കുമ്പോഴുള്ള ബേസാണ് ലെമണും ഇഞ്ചിയും. ഇനി ഞാനിതിൻ്റെ ആ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയുടെ തൊലിയോട് കൂടിയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം, പക്ഷേ കുരു കളഞ്ഞതിന് ശേഷം മാത്രമേ നാരങ്ങയുടെ തൊലിയോട് കൂടിയിട്ട് നിങ്ങൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുകയാണ്. തൊലിയോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അധിക നേരമൊന്നും നമുക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. ഈ ഡ്രിങ്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കുടിക്കണം, അല്ലെങ്കിൽ എടുത്തു വെക്കുന്നതോറും കയ്പ്പ് വരും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരല്പം വെള്ളം ആഡ് ചെയ്യാണ്, എന്നിട്ട് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരല്പം കൂടി വെള്ളം ആഡ് ചെയ്യണേ. എന്നിട്ട് ഇതിലോട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ പച്ചമാങ്ങയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, അപ്പോൾ ഞാനൊരു 2-3 പീസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നന്നായി അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ മല്ലിയിലയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ ഇത് 2 മല്ലിയിലയും മാങ്ങയും ഒരുമിച്ച് ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുമിച്ചിട്ടാൽ കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം മാങ്ങ ഒക്കെ ഒന്ന് നന്നായി ബ്ലെൻഡ് ആയതിന് ശേഷം മല്ലിയില ഇടാം. അങ്ങനെ ഞാനിത് നന്നായി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പച്ചമാങ്ങയുടെ ഒക്കെ സീസണാണ്, പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ഡ്രിങ്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഈസിയാണ്. പിന്നെ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതിപ്പോൾ ക്യാമറയിൽ കാണാണ്ടാണ്. ഞാൻ ഇതിൻ്റെ തംബ്നെയിലായിട്ടും പിന്നെ ഇതിൻ്റെ അവസാനം ഞാൻ ഫോട്ടോ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് എമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.